നമ്മൾ വിളിക്കാൻ പോകുന്ന ഒരു കാന്താരിയാണ്. സ്വന്തം നിലപാടുകൾ പരിസരബോധമില്ലാതെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തി. നല്ല സമയത്ത് തുടങ്ങി ഇപ്പൊ കുട്ടിക്ക് നല്ല സമയം തോന്നുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം വ്യക്തിയെ. അല്ലാതെ സിനിമ കണ്ടിട്ട് തന്നെ എമ്മടിക്കണമെന്ന് ഞാൻ പറയില്ല. അടിച്ചു മൂടാണെന്നുണ്ടെങ്കിൽ എമ്മടിക്കുക, വേറെ കുറെ സാധനം കിട്ടും. അതൊക്കെ ഫോൺ അവർ തന്ന് ആ സ്പോട്ടിൽ ഞാൻ അവർ പറഞ്ഞ ടൈമിൽ ഓൺ ചെയ്തവർ ആ സ്പോട്ടിൽ ഞാൻ ഫസ്റ്റ് വിളിക്കുന്ന ഷുപ്പുട്ടനെയാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഷുപ്പുട്ടനെയാണ്. എനിക്ക് എന്റെ ഫാമിലിയേക്കാൾ ഏറ്റവും മിസ് ചെയ്ത ഷുപ്പുട്ടനെയാണ്. അവസാനം ചുപ്പൂട്ടൻ ഇട്ടിട്ട് പോയി. അത് വേറെ കാര്യങ്ങളൊക്കെ. നമ്മുടെ ആഞ്ചലിൻ മറിയ, പിന്നെ അഖിലൻ ആൻഡി, അഖിലിന്റെ വിഷയങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അവിടെ ഇപ്പോൾ ചേച്ചി വന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാരണം ഞാൻ അനുഭവിച്ചതും ഇത് തന്നെ, ഇതാണ് കർമ്മ. അഖിൽ എന്നാഡിക്കെതിരെ ഏഞ്ചലിൻ മറിയ എന്നും പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അഖിൽ അതിന് എന്തുമാത്രം തെറ്റാണ് നിന്നോട് ചെയ്തത്? എന്ത് തെറ്റാണ് ചെയ്തത്? നീ സമൂഹത്തിന് കൊടുത്ത മെസ്സേജും കാര്യങ്ങളൊക്കെ എന്താണ്? നല്ല സമയം എന്ന് പറഞ്ഞൊരു പടം, നമ്മുടെ ഉമർലൂലിന്റെ പടം അങ്ങോട്ട് ഇറങ്ങിയതിൻ്റെ അന്ന് ഇവള് കുറേ MDMA കുറിച്ച് വർണ്ണിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വെച്ച് തരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അത് വന്ന് അങ്ങോട്ട് കഴിഞ്ഞ് നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ട്രോൾ ചെയ്ത് ഇവർക്ക് ഭയങ്കര പ്രശ്നമായി. ഇവർക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് 18 വയസ്സുള്ളായിരുന്നു. ഏറായിരുന്നു. ആ ഒരു ഒറ്റ ഒരു ഏറ് കാരണം ഇവിടെ ബിഗ് ബോസ് വരെ എത്തി. സത്യമായിട്ടും ഞാൻ ഈ പറയാണ്. അങ്ങനെയാണ്. കുറേ ആൾക്കാർക്ക് ഇവിടെ അറിയത്തില്ല. ഓക്കെ, അപ്പോൾ അതെടുത്തിട്ട് നമ്മുടെ അഖിൽ അറിയാലോ. അഖിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് കണ്ടന്റ് ആക്കും. അഖിലിന്റെ രീതി അങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു കോണ്ടന്റിന്റെ കുറച്ച് ഭാഗം മാത്രം ഞാൻ ഇവിടെ നിങ്ങൾക്ക് വെച്ചുതരാം. എന്നിട്ട് ഇപ്പോൾ എന്ത് തോന്നിയവാസമാണ് പറഞ്ഞതെന്ന് ഞാൻ നിങ്ങൾക്ക് അതും കൂടെ വെച്ചുതരാം. ആദ്യം നമുക്ക് അഖിൽ പറയുന്നതിനെ അങ്ങ് വെക്കാം. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. Our next contestant, Manjalina. മുളപ്പട്ടി എവിടെ? മുളപ്പട്ടി ഏത് പട്ടിയാ? മുളയുടെ പട്ടിയൊന്നുമില്ലല്ലോ. അഭിനയൊക്കെ അകത്ത് കയറിയിട്ട് മതി. ഇവിടെ വെച്ച് കാണാക്കുന്ന അഭിനയം വേണ്ട. മുട്ട ഞാൻ കേട്ടിട്ടുള്ളൂ. അടങ്ങൾ മോളെ മോളി ഇങ്ങോട്ട് വരുമ്പോഴുള്ള മറ്റുള്ളവർ സപ്പോർട്ട് അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? ഈ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് ആരാണ്ട് വന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു 3 വർഷം മുമ്പ്, ലേഡി സൂപ്പർ സ്റ്റാർ എന്ന്. അതിന് ചേച്ചി അങ്ങ് എന്റെ പൊന്നോ, ഞാനൊരു വീഡിയോ വെച്ചുതരാം, കാണും. അതാരെന്ന് ഞാൻ ഇപ്പോഴും നോക്കിയിട്ടില്ല. അത് ഏത് ഫോട്ടോ ഇട്ടാലും സ്റ്റോറി ഇട്ടാലും ആളെ ആ സ്റ്റോറിക്ക് റിപ്ലൈ തരുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ, ലേഡി സൂപ്പർ സ്റ്റാർ, ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് റിപ്പീറ്റഡ്ലി വിട്ടോണ്ടിരിക്കും. അതാരാണെന്ന് ചോദിച്ചാൽ ഫോണ് നോക്കേണ്ടി വരുന്നു. ഒരു മിനിറ്റ്. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ആള് അവരന്ന് ഊക്കി വിടുവാണ് അവളെ. അതുപോലും മനസ്സിലാക്കാൻ ബോധമില്ല. ആരാണ്ട് ഒരു കമന്റ് ഇട്ട് ഓക്കെ ഇതാണ് സംഭവം. അതിനാണ് അവൻ എടുത്തിട്ട് അലക്കി വിട്ടത്. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. മോളെ എന്താ തള്ളമളെ, എന്റെ ദൈവമേ എനിക്ക് വയ്യതുണ്ട് മോളെ. മോളുടെ ഒരു ഇത് വെച്ച് ഇതിനകത്ത് ആരായിരിക്കും മോളെ വിജയിക്കാൻ പോകുന്നത്? മോളെ ഈ ബിഗ് ബോസിന്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം തിരിച്ചറിയുക, സ്നേഹം എന്താണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, ഒരു മാതൃകയാകുക. അതാണ് മോളെ നമ്മുടെ ലക്ഷ്യം. പിന്നെ അങ്ങോട്ട് ബിഗ് ബോസ് സമാധാനം. അയ്യോ, ഡെയിലി ടാസ്കിൽ ആരാ കിഴങ്ങെന്ന് ചോദിക്കും. വീക്കിലി ടാസ്കിൽ മനുഷ്യന്റെ കയ്യിൽ നിന്നും തല്ലിയോടിക്കുന്ന ടൈപ്പിലുള്ള ഗെയിം തരും. പിന്നെ ഇഷ്ടമില്ലാത്തവരുടെ പേര് ഫ്രണ്ടിലിരുത്തി പറയിപ്പിച്ച് പരസ്പരം തമ്മിലടിപ്പിച്ച് അമ്മനെ ജയിലിലാക്കും. എന്നിട്ട് പറയുന്നു സമാധാനം വേണമെന്ന്. നിങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്തോ? ബിഗ് ബോസ് തമ്മിലടിക്കാൻ അപ്പൊ ഇവിടെ അധികം നേരം ഇവിടെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ അപ്പൊ നമ്മുടെ കണ്ടസ്റ്റന്റ് ഒക്കെ കൂട്ടിക്കേട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ്. ഓക്കെ, ഇത് 3 വർഷം മുമ്പുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോഴും കുറെ ആൾക്കാർക്ക് സംഭവം കത്തിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് വിവാദമായത് എന്നുള്ളതിന്റെ കറക്റ്റ് എനിക്ക് ഒരൊറ്റ വീഡിയോ കാണുമ്പോൾ, സത്യത്തിൽ ഈ ഒരു വീഡിയോ വെച്ചിട്ടാണ് അത് നിങ്ങൾക്ക് വെച്ച് തരേണ്ടത്. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾ ഇതൊന്ന് കാണുമ്പോൾ അഖിലുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാര്യം കത്തും. ഈ ഒരൊറ്റ ഒരു വീഡിയോ, ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ ഒരൊറ്റ വീഡിയോ ആണ് അവിടെ ജീവിതവും മാറിയത്, വട്ടത്തെ 3G ആയത്. ഓക്കെ, എന്തായാലും നമുക്ക് അതൊന്ന് കാണാം. സംഭവം കാണിക്കുന്നത് എല്ലാവരും എന്തായാലും വാച്ച് ചെയ്യണം. ഫസ്റ്റ് വാച്ച് ഉണ്ടാവുമെന്ന് അമ്മർക്കോട് ചോദിക്കണം. അമ്മർക്ക എനിക്ക് വിശ്വാസമുണ്ട് കിട്ടുന്നുള്ളത്. അല്ല, നമ്മുടെ സിനിമ കണ്ടിട്ടാണ് എക്സൈസുകാർ കേസ് എടുക്കുന്നതിൽ എനിക്കൊരു അർത്ഥം തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ സിനിമ കണ്ടിട്ട് വേണം നമുക്ക് ആൾക്കാർക്ക് എല്ലാവരും പഠിക്കുന്നൊക്കെ 500 പേരെ ഒരു ദിവസം കഞ്ചാവിനോ അതിനൊക്കെ പിടിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സിനിമ കണ്ടിട്ടില്ലല്ലോ. അവർക്ക് അവരുടെ ഇഷ്ടത്തിൽ അവർ ജീവിക്കണം. പല സ്ഥലത്തും ബാംഗ്ലൂരൊക്കെ കൂടുതലും ഇങ്ങനത്തെ മയക്കം
ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ പേര് ഞാൻ തന്നെ കണ്ടു. ഒരുപാട് പേര് നമുക്ക് ഈ സാധനം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതെനിക്ക് അത്രയും വലിയ കുത്തിരിട്ട് തോന്നിയിട്ടില്ല. സിനിമ കണ്ടിട്ട് വേണം നമുക്ക് മയക്കുമരുന്ന് യൂസ് ചെയ്യണം. ഈ സിനിമ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇത് മറ്റൊരു പ്രചോദനമാവുന്നൊന്നും എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അടിക്കുന്നവർ എപ്പോഴായാലും അടിക്കും. അതെ, അതാണ് അതിന്റെ ഒരു പവർ. അടിക്കുന്നവരാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എം അടിക്കും. ഓക്കെ, ഇവിടം വരെ അത്ര കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് നിങ്ങൾ കേൾക്കുക. അടിക്കുന്നവർ എന്തായാലും എം അടിക്കും. അടിക്കുന്നവർ എന്തായാലും എം അടിക്കും. അടിക്കാൻ തോന്നി അടിക്കണം, അത്ര തന്നെ. അടിക്കാൻ തോന്നിയോ അടിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ പറ, ഇത് സാധാരണപ്പെട്ട ഒരു വീട്ടമ്മമാര് കാണുവാണെങ്കിൽ 18 വയസ്സേ ഉള്ളൂ ഇവർക്ക്. ഇവിടെ എങ്ങനെ കാണും? ഇവിടെ സത്യത്തിൽ ആ സമയത്ത് ഇവിടെ ഏറായിരുന്നു. പിറ്റേന്നുള്ള ഇന്റർവ്യൂലൊക്കെ വന്നിരുന്ന കരഞ്ഞും മേടിക്ക് ഒരു പരിപ്പായെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ബാക്കി കൂടെ പറ. പോലീസിന് എന്തിനു പേടിക്കണേ? എം അടിക്കുന്നവർ എന്തായാലും എം അടിക്കില്ലേ? അതിനിപ്പോ നമുക്ക് സിനിമ കാണണമെന്നില്ലല്ലോ. അന്തസ് എം അടിക്കുന്ന തോന്നണെങ്കിൽ ഫുൾ ഓൺ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എം അടിക്കുന്നവർ എം അടിക്കും. അടിക്കുന്നത് ചെയ്യും. ഈ അടുത്ത സമയത്ത് ഇവിടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. തന്തെ തെറി വിളിക്കുന്ന തന്ത എടുത്തിട്ട് ജാമ്പെന്നൊക്കെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഓടെ നിലവാരം എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആര്? ഞാനാ? അങ്ങനെ ചോദിച്ചാ ഇപ്പൊ ഇങ്ങനെ പറയും. പറയില്ലേ? പ്രചോദനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി ചിലപ്പോ അത് എം അടിച്ച് നമ്മളെ ഓൺ ആയിട്ടിരിക്കുന്ന ഒരു മൂഡ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നും ഒന്ന് അടിച്ചു നോക്കിയാലോ എന്നൊക്കെ തോന്നും. പക്ഷെ എല്ലാം മനസ്സിലായി കാണുമല്ലോ. അന്ന് ചേച്ചി നല്ല രീതി എമ്മും കാര്യങ്ങളൊക്കെ അടിച്ച് കയറ്റും. കൂടെ കാമുകനുണ്ട് ഷുപ്പൂട്ടന്റെ കഥയൊക്കെ ലാലേട്ടനോട് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അവന്റെ വീട്ടിലല്ല ലാലേട്ടാ പോകുന്നത്. സത്യം പറയാല, ആ ഒരു സീസണിൽ ആദ്യത്തെ 2-3 ദിവസം ഈ ഒരു പെണ്ണെ ഏറി വിട്ടെങ്കിലും 4, 5, 6, 7 ദിവസമൊക്കെ കൊണ്ട് ആൾക്കാർക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇഷ്ടപ്പെട്ട് തുടങ്ങിയ സമയത്താണ് പുള്ളിക്കാരി ഔട്ട് ആവുകയും കൂടെ ചെയ്യുന്നത്. ഇതൊരിക്കലും ലഹരിയോട് അടിമപ്പെട്ടു പോരുന്നത് ഞാൻ പറയും. ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പഠിക്കുന്നത് എന്തായാലും അടിക്കില്ല, സിനിമ കാണുന്നില്ല. അതെ, എം അടിക്കുന്നവർ എം അടിക്കുക, അല്ലാതെ സിനിമ കണ്ടിട്ട് തന്നെ എം അടിക്കണമെന്ന് ഞാൻ പറയില്ല. അടിച്ചു മൂടാണെന്നുണ്ടെങ്കിൽ എം അടിക്കുക, വേറെ കുറെ സാധനം കിട്ടും, അതൊക്കെ മേടിച്ചടിക്കുക. ഇതാണ് പുള്ളിക്കാരി അന്ന് കൊടുത്തത്. ഓക്കെ, ഈ ഒരു വീഡിയോ തപ്പി എൻ്റെ ഊപ്പാട് കളഞ്ഞു സത്യം പറയാലോ. ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ഒരു വിഷയങ്ങൾ. പിന്നെ അതുപോലെ എൻ്റെ അഖിലിൻ്റെ വീഡിയോ, ഇതെൻ്റെ ഒരു 3-4 മണിക്കൂർ ഈ ഒരു വീഡിയോ ആണ്. കാരണം അല്ലെ 10, 2000, 3000 വീഡിയോകളും കിടപ്പുണ്ട് യൂട്യൂബിൽ. ഓക്കെ, അത് തപ്പിയെടുത്ത് വന്നപ്പോഴാണ് ഇവിടെ ഇപ്പോൾ വന്നിട്ട് പറയില്ല കർമ്മ എന്ന് പറയുന്നത്. കാരണം അവൻ്റെ കാമുകി എൻ്റെ വൈഫ് ഇട്ടിട്ട് പോയല്ലോ. ഈ പറയുന്നത് നിനക്ക് എന്ത് യോഗ്യതയുണ്ട്? നിന്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്റെ ഷുപ്പൂട്ടൻ നിന്റെ കൂടെ ഇപ്പോൾ ഉണ്ടോ? ഓക്കെ, ഷുപ്പൂട്ടനെ കുറിച്ച് പറയുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ തരാം. അവർ പറഞ്ഞ ടൈമിൽ ഓൺ ചെയ്തവർ ആ സ്പോട്ടിൽ ഞാൻ ഫസ്റ്റ് വിളിക്കുന്ന ഷുപ്പൂട്ടനാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഷുപ്പൂട്ടനാണ്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കാര്യം കേട്ടോ പറയുന്നത്. ഔട്ടായി 2ാമത്തെ ആഴ്ച ഔട്ടായിട്ട് എന്റെ ഷുപ്പൂട്ടനെ കാണാൻ അതിനകത്ത് ഷുപ്പൂട്ടനായിരുന്നു. കാമുവിന്റെ പേരോ കേട്ടോ ഷുപ്പൂട്ടൻ. എനിക്ക് എന്റെ ഫാമിലിയേക്കാളും ഏറ്റവും മിസ് ചെയ്ത ഷുപ്പൂട്ടനെ. അതാ പട്ടത്തിൽ ഇപ്പൊ 3G ആയിട്ടിരിക്കുന്നത്. ദിവസത്തിനൊക്കെ ശേഷം ഷുപ്പൂട്ടനെ ഇങ്ങനെ ഫോണൊക്കെ വിളിച്ച ശബ്ദമൊക്കെ കേട്ടപ്പോ ഞാൻ അത് വിളിച്ചിട്ട് കരയായിരുന്നു. സന്തോഷം കൊണ്ട് കരയായിരുന്നു. മിസ് ചെയ്തതിന്റെ ഒരു കാരണം അവിടെ ഉള്ളപ്പോഴും ഞാൻ വിഷ്ണുടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാം ഞാൻ ഇന്ന് താല്പര്യം സ്വപ്നം കണ്ടു, ഹൗസിലുള്ളപ്പോ വെളുപ്പിനെ സ്വപ്നം കണ്ടു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോ ഒബ്വിയസ്ലി എനിക്ക് നിന്ന് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിരിക്കുന്നത് അടുപ്പിച്ചടുപ്പിച്ച് എപ്പോഴും സ്വപ്നം കണ്ടത് അവനെയാണ്, ഷുപ്പൂട്ടനെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് ഞാൻ ആ വിഷുവിന്റെ സമയത്ത് വരെ കരഞ്ഞു പറയണ്ടായിരുന്നു. നമ്മൾ കൈപിടിച്ച് നടക്കുന്ന അത്ര ആഗ്രഹം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചേച്ചിയുടെ കരച്ചിലും വഴികളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സൈഡ് മാത്രമേ അറിയുള്ളൂ. എന്റെ സൈഡ് എന്താണെന്ന് ആരും കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ എനിക്കിപ്പൊ പറയണം, കാരണം അത്രയും ഞാൻ സഫർ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനോടും ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, ആ പോയിന്റിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. അത്രയധികം ഞാൻ സഫോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലാത്ത കുറ്റങ്ങൾ എന്റെ തലയെ കൊണ്ടിടാം, മറ്റുള്ളവർക്ക് കുറെ ഹേറ്റഡ് കിട്ടുക. എന്റെ ഇല്ലാത്ത കുറ്റമോ? നീ വന്ന് സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞ എന്റെ തോന്നിവാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട് മോളെ. നീ ആദ്യം നിന്റെ സംസാര രീതി ആദ്യം മാറ്റാൻ നോക്ക്. അതായിരിക്കും കുറച്ചും കൂടെ നല്ല. ഇത് 3 വർഷത്തെ വീഡിയോ ആണ്. ഇത് ഇരുന്നിട്ട് നമുക്ക് ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ വന്നിട്ട് അവൾ അഖിലിനെ എന്ന് പറയുമ്പോൾ ഇതിന്റെ അപ്പുറത്തെ സാധനം നീ അനുഭവിച്ചതാ, നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിനക്ക് ഒരിക്കലും അവനെ കുറ്റം പറയാൻ ഒരു യോഗ്യതയില്ല. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, ഒരു യോഗ്യതയില്ല. വെറുതെ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലേ? വെറുതെ വന്നിട്ട് ഇതുപോലുള്ള അതായത് ഞാൻ ഉദ്ദേശിച്ച ഈ ഒരു വീഡിയോയുടെ കാര്യമല്ല കേട്ടോ. ഇപ്പോൾ വന്നിട്ട് അഖിലിനെ കുറ്റപ്പെടുത്തുന്ന ഒരു പോസ്റ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുകയൊക്കെ ചെയ്തില്ലേ, കർമ്മയാണെന്നുള്ള രീതിയിലാണ്. എന്തായാലും ഇവളൊക്കെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. അതുകൊണ്ടങ്ങ് പറഞ്ഞു പോയതാണ്. എന്താണെന്ന് ഒരാളും കേട്ടിട്ടില്ല, ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടില്ല. കാരണം എല്ലാവരും അങ്ങനെയാ, ഒരു സൈഡ് മാത്രമേ കേൾക്കുള്ളൂ. ഓപ്പോസിറ്റ് സൈഡ് ആരും കേൾക്കാൻ തയ്യാറായിരിക്കില്ല. ഞാൻ എന്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഞാൻ
ഈ വിനീഷിനെ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടതാ എന്റെ ലൈഫില്. ഈശ്വര സത്യം, എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെയാണ് ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഇത്രയും ഞാൻ സ്നേഹിച്ചിട്ടില്ല. ചങ്കുപൊട്ടി പറയണത് എന്റെ ലൈഫിൽ ഇങ്ങനെയാണ് ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. ഓക്കെ, അന്ന് കരഞ്ഞ് മെഴുകിയ ഒരുത്തിയാണ് ഇപ്പോൾ വന്നിട്ട് അവനെ കുറ്റം പറയുന്നത്. നിന്നെ അവൻ മാത്രമാണോ ഇത് ചെയ്തത്? അല്ലല്ലോ. പക്ഷെ നിന്റെ സംസാരവും നിന്റെ അന്നത്തെ തോന്നിവാസങ്ങളൊക്കെ കാരണം നിന്റെ പ്രായത്തിൻ്റെ എടുത്തുചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അതൊന്നും ജസ്റ്റ് ഒന്ന് ട്രോൾ ചെയ്ത് പോയെന്നേ ഉള്ളൂ. അത് ആൾക്കാർ നിന്നെ വന്ന് തന്തയ്ക്കും തലയ്ക്കും വിളിച്ചു പോലും അവനൊന്നും ചെയ്തിട്ട് പോലും ഇല്ല. ഓക്കെ, എന്തായാലും കൂടുതലായിട്ട് ഞാനൊന്നും സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഏകദേശം ആൾക്കാർക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. അന്ന് അതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവൾ വിളിച്ച് പറയുകയും ചെയ്ത് അണ്ണൻ ഒരു കോണ്ടന്റ് ആക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. ഇനി നിങ്ങൾ പറ, അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറ. ഇവർക്ക് കർമ്മ എന്ന് പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്നും ഞാൻ ഇവിടുത്തെ ജനങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ കറക്റ്റ് ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്.